പക്ഷെ ഇത് സഹിക്കാവുന്നതിന്റെ പരമാവധിയാ. എന്റെ മോളെ അവൻ എനിക്കെതിരെ തിരിച്ചു കഴിഞ്ഞു. എനിക്കിത് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. സ്കൂളിലെ പ്രശ്നങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. പക്ഷെ എന്നാലും മേഡത്തിനോട് പിണങ്ങി നേരെ മോള് അവന്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തെങ്കിലും സാഹചര്യത്തിൽ കുട്ടിയെ വിളിച്ചോണ്ട് പോയിരുന്നെങ്കിൽ പോലും നമുക്ക് കേസെടുക്കുന്നതിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. മോള് തീരുമാനിച്ചുറപ്പിച്ച് അവന്റെ വീട്ടിലേക്ക് പോയതല്ലേ. അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അവര് തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ശക്തമാണെന്ന്. ഇനിയൊരിക്കലും എന്റെ മോളുടെ മനസ്സിൽ എനിക്ക് ആ പഴയ സ്ഥാനവും സ്നേഹവും കിട്ടില്ല. ഇപ്പോ അവക്ക് ഞാൻ ശത്രുവാ. ഇത്രയും നാള് വളർത്തി വലുതാക്കിയതിന്റെ പ്രതിഫലം. ഞാൻ ആലോചിക്കുന്നത് അതല്ല മേഡം, അവന് മേഡത്തിനോട് എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ കുട്ടിയെ മുൻനിർത്തി അവൻ ഇങ്ങനെ ഒരു കളിക്ക് ധൈര്യപ്പെടില്ലല്ലോ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. മേഡം ഒരു നയത്തിൽ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ കാലത്ത് കുട്ടിയെ ഒരു വടിയെടുത്ത് തല്ലാൻ പോലും പറ്റില്ല. ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം നമ്മുടെ പേരിൽ കേസെടുക്കാം. ഈ കഴിഞ്ഞ ആഴ്ച എന്റെ സ്റ്റേഷനിൽ ഒരു കേസ് വന്നു. വഴക്കിട്ടപ്പോ അമ്മ നഖം കൊണ്ട് മകനെ ഒന്ന് മാന്തിയതാ. 5 ദിവസമാണ് ആ അമ്മ ജയിലിൽ കിടന്നത്. കേസിൽ പ്രതിയാവാനും ജയിലിൽ കിടക്കാനൊന്നും എനിക്കൊരു മടിയില്ല, പേടിയില്ല. പക്ഷേ എന്റെ മോള്, അവളാ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത്. അവളെ ഇന്നിന്ന് തട്ടി അകറ്റാൻ അവൻ ശ്രമിച്ചത്. അതിനവനും കുടുംബത്തിനും മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മാവന്റെ കേസിൽ നമ്മൾ അവനെ പൂട്ടാൻ നോക്കിയതിന്റെ പ്രതികാരമായിരിക്കും. അവന്റെ പ്രതികാരവും പുറപ്പാടും ഒക്കെ എന്തിനാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ടാ അവനിപ്പോ എന്റെ മോളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നോട് കളിക്കാൻ തുടങ്ങുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ മനസ്സിലെ ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാനാ. അവരൊരു പാവ സ്ത്രീയാ, ഒരുപാട് നന്മയുള്ളൊരു സ്ത്രീ. ചിപ്പിയും സച്ചങ്ങളും തമ്മില് വലിയ കമ്പനിയാ. ഇടയ്ക്ക് അവള് സച്ചങ്ങളിലെ കറക്കിയെടുത്ത് കാറിൽ കെറിച്ചിട്ടും. സച്ചങ്ങളാണെങ്കി അവള് പറയുന്നിടത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. ചോക്ലേറ്റും വാങ്ങിക്കൊടുക്കും. അവളുടെ മനസ്സിലെ അച്ഛന്റെ റോൾ മോഡലാണ് സച്ചങ്കിൾ. അതാണ് അവക്ക് സച്ചങ്ങൾ ഇത്രയ്ക്കിഷ്ടം. ചിപ്പിമോള് നല്ല കുട്ടിയാ. അവൾക്ക് എന്നോടും വലിയ കാര്യം. അമ്മയെ പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്റെ അമ്മ അത്രയ്ക്ക് സ്വീറ്റ് അല്ലേ? അല്ലേ അച്ഛാ? അച്ഛൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. മോള് പറഞ്ഞത് 100% ശരിയാ. മോളുടെ അമ്മയെ ആർക്കാ ഇഷ്ടമാവാത്തത്? എല്ലാവർക്കും ഇഷ്ടമാ. ചിപ്പിമോക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ടല്ലേ അന്ന് ചിപ്പിമോക്ക് ബ്ലഡൊക്കെ കൊടുത്തത്? ഗൂഗിൾ, എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കാണണമെന്നുണ്ട്. ആരെ? നമ്മുടെ ചിപ്പിമോളുടെ അമ്മയെ. കാണാം. അല്ല, എന്തായാലും ഒരു ദിവസം കാണേണ്ടി വരുമല്ലോ. അതെന്താ ഗൂഗിൾ അങ്ങനെ പറഞ്ഞു? തന്നെ ഒന്ന് കണ്ട് നേരിട്ടൊരു താങ്ക്സ് പറയണമെന്ന് ചിപ്പിമോളുടെ അമ്മയും പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും നിങ്ങൾ നേരിട്ട് കാണുമല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. തമ്മിൽ കാണേണ്ടവരെ ദൈവം എപ്പോഴായാലും കൂട്ടിമുട്ടിക്കും, അതുറപ്പാ.
ഞാനൊരു നല്ല അമ്മയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ലോകത്ത് നിന്നോളം ഞാൻ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല. അമ്മയ്ക്ക് നീയാണ് മോളെ ഈ ലോകത്തെ ഏറ്റവും വലുത്. നീ ഇല്ലാതെ അമ്മയ്ക്ക് പറ്റില്ല. ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലായിരിക്കാം, എന്നാലും നീ നീ എന്റെ സ്വന്തത്തെക്കാൾ സ്വന്തമായി മാറിക്കഴിഞ്ഞതാ. എന്നേക്കാൾ വലുതായി നിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ഞാൻ ആരെ അനുവദിക്കുകയില്ല. ഈ ലോകത്ത് അവന്തികയ്ക്കുള്ള ഏറ്റവും വലിയ സ്വത്താ എന്റെ മോള്. ഇനി എന്റെ അടുത്ത് നിന്നും നിന്നെ അടർത്തി മാറ്റാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. എല്ലാവർക്കും ഞാൻ വില്ലത്തിയായിരിക്കാം, എന്നാ നിനക്ക് മാത്രം ഞാൻ അമ്മ. നീ എന്റെ മാത്രം മോളും. നിന്റെ സ്നേഹം ഈ അമ്മ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. അമ്മ പോയിട്ട് വരാം.